ഇന്നത്തെ വാർത്താ വിശേഷങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വൈകിട്ടാണ് മന്ത്രിസഭാ യോഗം. സാധാരണ രാവിലെയാണ് മന്ത്രിസഭാ യോഗം നടക്കാറുള്ളത്. പക്ഷേ ഇന്ന് ചില അനുരഞ്ജന ചർച്ചകൾ CPIയുമായും CPMും CPIയും തമ്മിലൊക്കെയുള്ള അനുരഞ്ജന ചർച്ചകളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും CPIയെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കുന്നതിനാൽ മന്ത്രിസഭാ യോഗം വൈകിട്ടേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. CPI പക്ഷേ കടുത്ത നിലപാടിൽ തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല, അറ്റകൈക്ക് മന്ത്രിമാരെ പിൻവലിച്ചേക്കും തുടങ്ങിയ നിലപാടുകളാണ് CPI കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. CPM ആവട്ടെ, CPMന്റെ മുന്നിലുള്ള വഴി CPI പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് CPM തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. CPI പറയുന്നത് ഈ PMC കരാറിൽ നിന്ന് പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്താ പറയാ, ആ കരാർ റദ്ദ് ചെയ്യണം. ആ കരാറിൽ നിന്ന് ഞങ്ങളില്ല, കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ചത് തെറ്റിപ്പോയി, ഇനി ഞങ്ങൾ ആ കരാറുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് കേന്ദ്രത്തിന് കത്തെഴുതണം എന്ന വളരെ കർശനമായ നിർദ്ദേശമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ അവസരത്തിൽ ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ പ്രതിസന്ധിയിലായ ഒരു നിമിഷമാണിത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ CPM എടുക്കാൻ പോകുന്ന നിലപാട്, അല്ലെങ്കിൽ CPI എടുക്കാൻ പോകുന്ന നിലപാട്, രണ്ടുപേർക്കും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ CPI എന്ത് ചെയ്യും? നേരത്തെ ഞാൻ 1-2 വീഡിയോ ചെയ്തിരുന്നു. അതായത് CPI കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സൂചനകൾ, പലരും CPI പ്രവർത്തകരും മാത്രമല്ല, പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനിയും എത്ര കാലം ഇങ്ങനെ ഈ ആട്ടും തുപ്പും ചവിട്ടുമേറ്റ് ഇനിയും ഈ മന്ത്രിസഭയിൽ തുടരണോ എന്നുള്ളതാണ്. ആകെ 5 മാസമാണ് ഇനി ബാക്കിയുള്ളത്. ഒരു 5 മാസം കൂടി എന്തിന് ഈ ആദർശം പണയം വെച്ച് നിൽക്കണം? ഇപ്പൊ CPIയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പുതിയ സാഹചര്യത്തിൽ CPI എടുത്തിരിക്കുന്ന നിലപാട്, അതായത് PMC പദ്ധതി ഒരിക്കലും ഒരു ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്ന CPIയുടെ നിലപാട്, ആ നിലപാട് ഇന്ന് CPM എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട്. അപ്പൊ CPM അധികാരത്തിന് വേണ്ടിയിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് കാരണഭൂതത്തിന്റെ മാത്രം പ്രശ്നമാണ് കേട്ടോ. അതായത് കാരണഭൂതത്തിന്റെ കുടുംബത്തിനും നേർക്കുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ തിരുട്ടുകുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, അതായത് കേന്ദ്രം അനുശാസിക്കുന്ന എല്ലാം ഞങ്ങൾ അനുവർത്തിച്ചു കൊള്ളാം, എല്ലാം ഞങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിർമ്മലാ സീതാരാമന്റെയും ഒക്കെ കാല് പിടിച്ച് കരയുന്ന ആ ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തങ്ങൾക്ക് ആദർശം വേണ്ട, CPMന് ഒരു ആദർശവും വേണ്ട. കാരണം കമ്മ്യൂണിസ്റ്റുകാരല്ല കേരളത്തിലെ CPMകാർ എന്ന് പറയുന്നത്, അതായത് പിണറായിസ്റ്റുകൾ എന്ന് പറയുന്നത്, അവർ കമ്മ്യൂണിസ്റ്റുകാരല്ല. അവർ ജനങ്ങളുടെ കൂടെയല്ല, അടിസ്ഥാന വർഗങ്ങളുടെ കൂടെയല്ല, കർഷകരുടെ കൂടെയല്ല, തൊഴിലാളികളുടെ കൂടെയല്ല, ആരുടെ കൂടെയല്ല. ഇവർക്ക് ഏറ്റവും ആവശ്യം, അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ ഈ കേരളത്തിലെ ആദ്യത്തെ CPMന്റെ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർഷക തൊഴിലാളികളെ, ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ, അവർക്കൊക്കെ ഒരു ആശയും ആവേശവുമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നു ഒരു കാലം. ആ കാലം മാറി. ഇന്ന് ഇവർക്ക് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമൊക്കെ മാറ്റാൻ പോവുകയാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നാടകം. അത് ഈ നവംബർ 1-ാം തീയതി നടക്കാൻ പോകുന്നു. ഈ ആശാ വർക്കർമാർ, നിങ്ങളൊന്ന് നോക്കണം, ആയിരക്കണക്കിന് ആശാ വർക്കർമാർ, ഒരു ദിവസം 272 രൂപ മാത്രം കിട്ടുന്ന ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ 300 ദിവസമായി സമരം ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു സർക്കാർ ഒരു ജനങ്ങളോട്, അടിസ്ഥാന വർഗത്തോട്, സാധാരണക്കാരോട്, സ്ത്രീകളോട് അനുകമ്പയുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ഇവരാവശ്യപ്പെടുന്നത് 21,000 രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്രയും ഞങ്ങൾക്ക് ശമ്പളം തരേണ്ടത് പറയും. ഇപ്പൊ 7,000 രൂപ 21,000 രൂപയാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ദിവസം ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്താ, ഈ 7,000 രൂപ എന്ന് പറയുന്നത് ഒരു 10,000 രൂപയാക്കിത്താ എന്നാണ് ആശാ വർക്കർ പറയുന്നത്. അവരുടെ ഒരു ഗതികേട് നോക്കണം നമ്മൾ കേട്ടോ. എന്നിട്ട് കാരണഭൂതത്തിന്റെ ചിങ്കടികളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. 10 പൈസ തരില്ല എന്ന് പറയുന്നത്. ഇവർക്ക് സമരം ചെയ്യാൻ കൂടി ആവുന്നില്ല, സമരം ചെയ്യാൻ കൂടി പറ്റുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് പെരുമഴ പെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമര കവാടത്തിൽ അവരൊരു താർപ്പായ മുകളിൽ വലിച്ചു കെട്ടിയപ്പോൾ അർദ്ധരാത്രി പിണറായി പോലീസുകാർ അർദ്ധരാത്രി വന്നിട്ട് താർപ്പായ വലിച്ചു മാറ്റിയതാണ്. ഇവിടെ താർപ്പായ കെട്ടാൻ പാടില്ല, മഴ കൊണ്ടും പൊരിവെയിൽ കൊണ്ടും അവരിതാ 300 ദിവസം പിന്നിടാൻ പോകുന്നു സമരം, അല്ലേ? ഇവരെ ഗൗനിക്കാത്ത, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത സർക്കാർ എന്ത് സർക്കാരാണ്?
ഇവിടുത്തെ അന്തം കമ്മികളോടാണ് ഞാൻ ചോദിക്കുന്നത്, അന്തം കമ്മികളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ ആശാ വർക്കർമാരോട് പിണറായി സർക്കാർ ചെയ്യുന്ന പാതകം ശരിയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പോട്ടെ, ഇപ്പൊ ക്ഷേമ പെൻഷൻ ഇനി ആകെ ഈ മന്ത്രിസഭ തീരാൻ ആകെ 5 മാസം ബാക്കിയുള്ളത് അല്ലേ? അടുത്ത ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് പുതിയ ഭരണം നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് എന്നേക്കുമായി CPM ഭരണം ഇതാ അവസാനിക്കാൻ പോകുന്നു. അത് ഞെട്ടൊന്നും വേണ്ട. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരെക്കാളും കൂടുതലായി പിണറായി വിജയന്റെ ചിങ്കിടികൾക്കും ദുർബോധങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി അധികാരത്തിലേക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രമാത്രം പൊട്ടന്മാരൊന്നുമില്ല കേട്ടോ. കാരണം ജനങ്ങൾ ഈ ടോയ്ലറ്റ് പേപ്പർ മാത്രമല്ല വായിക്കുന്നത്. ദേശാഭിമാനി എന്ന് പറയുന്ന ടോയ്ലറ്റ് പേപ്പർ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ വായിക്കുന്നത്. കൈരളി ചാനൽ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്. ഒരുപാട് പത്രങ്ങൾ, ഒരുപാട് ദൃശ്യ ചാനലുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നിന്നൊക്കെ ഇവർ സത്യം അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യം അറിയുന്ന ജനങ്ങൾ, നിങ്ങൾ കരുതുന്നുണ്ടോ സത്യം അറിയുന്ന ജനങ്ങൾ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ തിരുട്ട് കുടുംബത്തെ ഈ പരനാറികളെ ഭരണത്തിൽ എത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അന്തം കമ്മികൾ, തിരുട്ട കമ്മികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കരുതിയിരിക്കും. കാരണം നിങ്ങളുടെ ബുദ്ധി എന്ന് പറയാൻ മരവിച്ചു പോയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ജി ശക്തിധരൻ ഒരു ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ, പിണറായി സർക്കാർ നിസ്സംഗരാക്കിയിരിക്കുകയാണ് ജനങ്ങളെ. എന്തു വന്നാലും സഹിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും അവസാനം ഒരു പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറിയാണ് അടുത്ത ഏപ്രിലിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ മന്ത്രിസഭയെ എന്നേക്കുമായി, അതാണ് സാധാരണ രീതിയിൽ കേരളം നമ്മൾ കാണുന്നത്, ഒരു തവണ LDF വന്നാൽ അടുത്ത തവണ UDF വരും, പിന്നെ UDF വരും, പിന്നെ LDF വരും, അങ്ങനെ മാറി വരുന്ന ഒരവസ്ഥ. കഴിഞ്ഞ തവണ ജനങ്ങളെ ആകെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കോവിഡ് മഹാമാരിയുടെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളെന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് രണ്ടാമതും അധികാരത്തിൽ വന്ന ആ തിരുട്ട് കുടുംബത്തെ മൂന്നാമതും അധികാരത്തിൽ കയറ്റുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹിമാലയൻ വിഡ്ഢിത്തത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. അതായത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ മറക്കുന്നു. ക്ഷേമ പെൻഷൻ 1600 രൂപ ഇവരെ അധികാരത്തിൽ കയറുമ്പോൾ ആ പ്രകടന പത്രികയൊന്നും മറച്ചു നോക്കണം കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതിലെ 45ാമത്തെ പോയിന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ ആശാ വർക്കർമാർ ഉൾപ്പെടെ, ഇവിടുത്തെ സ്കൂൾ പാചക തൊഴിലാളികൾ ഉൾപ്പെടെ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ അങ്ങനെയുള്ള അടിസ്ഥാന വർഗ്ഗങ്ങൾക്കൊക്കെ മിനിമം കൂലി ഉറപ്പാക്കും. മിനിമം കൂലി എന്ന് പറയുന്നത് ഒരു ദിവസം 700 രൂപയാണ്. എന്ന് പറഞ്ഞാൽ 21,000 രൂപ അത് ഉറപ്പാക്കും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ കയറിയത് ഉളുപ്പില്ലാതെ. എന്നിട്ട് അവർക്ക് നേരെ മുഖം തിരിക്കുന്നു. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും 1600 രൂപയാണ്. അതിന് 2 മാസത്തെ കുടിശ്ശിക കിടക്കുന്നു. ഇങ്ങനെ ഏത് തരത്തിലും സാധാരണ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നേറുന്ന സർക്കാർ. അപ്പോഴാണ് ഇവിടെ CPI-ക്കാര് ഒരു ആദർശത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് അങ്ങനെ ഈ സംഘപരിവാർ അജണ്ടയുള്ള ഈ NEP പദ്ധതി നടപ്പാക്കില്ല, അതിന്റെ ഒരു അതിന്റെ എല്ലാ സത്തയും ഉൾക്കൊണ്ടുള്ള PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് CPI-ക്കാർ പറയുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അവശേഷിച്ച ഒരു ധാർമ്മിക മൂല്യം അല്ലെങ്കിൽ ഒരു ആശയ ദാർഢ്യം അവർ പ്രകടിപ്പിക്കുമ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന CPM ഇന്ന് വൈകുന്നേരത്തോടെ അറിയാം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്. അപ്പൊ ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ എല്ലാ വാർത്തകളുടെയും പിന്നാമ്പുറത്തുള്ള അടിയൊഴുക്കുകളെ കുറിച്ച്, അതിന്റെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, വാർത്തകളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വാട്ട് നെക്സ്റ്റ്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്, വീഡിയോകൾ ഷെയർ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.